നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ CPIയെ വഞ്ചിക്കുമോ? PM ശ്രീ മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ട് ഒരാഴ്ചയായി. എന്നിട്ടും കരാറിൽ നിന്നും പിന്മാറുന്നുവെന്ന കത്ത് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ അയച്ചില്ല. ചീഫ് സെക്രട്ടറി കത്ത് തയ്യാറാക്കിയെങ്കിലും അയച്ചില്ല. അതിനിടെ SSK ഫണ്ടിൽ കേരളത്തിനുള്ള ആദ്യ ഗഡു അനുവദിച്ച് കേന്ദ്ര സർക്കാർ ആദ്യ വാക്ക് പാലിക്കുകയും ചെയ്തു. 92.41 കോടി രൂപയാണ് പദ്ധതിയിലൂടെ കേരളത്തിന് ലഭിക്കുക. ഫണ്ടിലൂടെ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. അതിനിടെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് തുക കിട്ടിയതെന്ന വാദം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ PM ശ്രീയുമായി SSK ഫണ്ടിന് ബന്ധമില്ലെന്നാണ് നിലപാട്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് കാരണമായിരുന്നു സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന SSKയുടെ ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ചിരുന്നത്. ഇക്കാരണം പറഞ്ഞുകൊണ്ടാണ് CPIയുടെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അതീവ രഹസ്യമായി കരാറിൽ ഒപ്പുവെച്ചത്. ഈ ഒപ്പ് കാരണമാണ് തുക കിട്ടിയത്. എന്നാൽ ഇനി കേരളം എന്ത് ചെയ്യുമെന്നതാണ് സൂചന. കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന ഒക്യുറൻസ് ഫണ്ടിലെ ആദ്യ ഗഡുവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പദ്ധതി പ്രകാരമുള്ള 2ഉം 3ഉം ഗഡുക്കൾ കൂടി വൈകാതെ ലഭിക്കും. PM ശ്രീയിൽ നിന്നും കേരളം ഔദ്യോഗികമായി പിന്മാറി എന്നത് സംബന്ധിച്ച് കേന്ദ്രത്തിന് രേഖാമൂലം അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പണം കിട്ടുന്നത്. കേന്ദ്രത്തിന് കത്തയക്കുന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി ഉടൻ കത്തയക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നത്. ഇതിനിടെയാണ് പദ്ധതിയുടെ ആദ്യ ഗഡു സംസ്ഥാനത്തിന് ലഭിച്ചത്. അതിനിടെ PM ശ്രീയിൽ നിന്ന് പിന്മാറിക്കൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിന് സംസ്ഥാനം അയക്കുന്നത് ഉറപ്പാക്കണമെന്ന് CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നേതാക്കൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കാനായത് പാർട്ടിയുടെ വലിയ നേട്ടമാണെന്നും യോഗം വിലയിരുത്തി. യഥാർത്ഥ ഇടത് നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്നാണ് അഭിനന്ദനം. അതേസമയം തർക്കത്തിനിടെ MA ബേബിയോട് പ്രകാശ് ബാബുവും ശിവൻകുട്ടിയോട് AIYFും ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുണ്ടായിട്ട് CPI മാത്രം ഖേദം പറയേണ്ടെന്നായിരുന്നു നിലപാട്. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു കേരളത്തിന് ലഭിച്ചു. തടഞ്ഞുവെച്ചിരുന്ന 92.41 കോടി രൂപയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. 2ഉം 3ഉം ഗഡു പിന്നാലെ ലഭിക്കുമെന്നാണ് വിവരം. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെയാണ് നേട്ടം. കരാറിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയെങ്കിലും കേന്ദ്രത്തിന് കത്ത് അയച്ചിരുന്നില്ല. നിലവിൽ കത്ത് വൈകിപ്പിച്ചത് നേട്ടമായിരിക്കുകയാണ്. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിലെ കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫണ്ട് കിട്ടിയതോടെ CPIക്കും വിഷയത്തിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കാനാകില്ല. കത്തയക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. എന്നാൽ ഇതുവരെ കത്തയക്കാതെ കേരളം വൈകിപ്പിക്കുകയായിരുന്നു. സർവശിക്ഷ അഭിയാനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹമായ തുക നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. അർഹതപ്പെട്ട പണം കേന്ദ്രം തടയുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്തുവെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിരുന്നു. അർഹമായ തുക പോലും സംസ്ഥാനത്തിന് നൽകുന്നില്ലെന്നും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ സ്ഥിരതപ്പെടുത്താനുള്ള തുക കണ്ടെത്തണമെന്നും കേരളം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ ജനുവരിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചു. പിന്നാലെയാണ് കേരളത്തിന് ഫണ്ട് ലഭിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ PM ശ്രീയിൽ ഇനി എതിർ നിലപാട് എടുക്കാമെന്നാണ് CPI വാദം. അതിനിടെ PM ശ്രീ പദ്ധതിയിൽ CPMയുടെ ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാന കൗൺസിലാണ് ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും യോജിച്ചു പോകണമെന്ന നിർദ്ദേശവും ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചു. SSK ഫണ്ടിന്റെ ആദ്യ ഗഡു കേരളത്തിന് ലഭിച്ചു. തടഞ്ഞുവെച്ചിരുന്ന 92.41 കോടി രൂപയാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കിടയിലും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട SSK അതായത് സമഗ്ര ശിക്ഷ കേരള ഫണ്ടിന്റെ ആദ്യ ഗഡുവായ 92.41 കോടി രൂപ ലഭ്യമായി. പദ്ധതിയിൽ കരാർ ഒപ്പിടുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറിയെങ്കിലും കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്തയക്കുന്നത് വൈകിപ്പിച്ചത് സംസ്ഥാനത്തിന് ഗുണകരമായി മാറിയിരിക്കുകയാണ്. കേരളം സമർപ്പിച്ച 109 കോടി രൂപയിൽ നിന്നാണ് ഈ വിഹിതം അനുവദിച്ചിരിക്കുന്നത്. നോൺ റിക്കറിംഗ് ഇനത്തിൽ ഇനി 17 കോടി രൂപ കൂടി ലഭിക്കാനുണ്ട്. പദ്ധതിക്ക് അനുമതി നൽകിയതോടെ വിദ്യാഭ്യാസ വകുപ്പിന് വലിയ ആശ്വാസമാണ് കൈവന്നിരിക്കുന്നത്. നേരത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തതിനെ തുടർന്നാണ് സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞുവെച്ചിരുന്നത്. ഈ കാരണത്താൽ CPIയുടെ എതിർപ്പുകളെ അവഗണിച്ച് അതീവ രഹസ്യമായി കേരള സർക്കാർ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വലിയ വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ബുധനാഴ്ച കരാറിലെ തുടർ നടപടികൾ സർക്കാർ മരവിപ്പിച്ചിരുന്നു.
എന്നാൽ കരാറിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറിയതായി കേരളം ഇതുവരെ കേന്ദ്രത്തിന് രേഖാമൂലം അറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ല. ഇത് ഗുണകരമായ സാഹചര്യത്തിലാണ് ആദ്യ ഗഡു അനുവദിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ 2-3 ഗഡുക്കൾ കൂടി വൈകാതെ ലഭിക്കുമെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കരാറിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ സെക്രട്ടറി ഉടൻ കത്തയക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് വൈകുന്നേരത്തോടെ പദ്ധതിയുടെ ആദ്യ ഗഡു സംസ്ഥാനത്തിന് ലഭിച്ചത്. അതേസമയം PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പൂർണ്ണമായി പിന്മാറുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഫണ്ട് ലഭിച്ചതോടെ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ CPIക്ക് പരിമിതികൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച കത്തയക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും സംസ്ഥാനം അത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു. ഈ സംഭവവികാസങ്ങൾക്കിടയിൽ സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹതപ്പെട്ട തുക ലഭ്യമാക്കുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം കേന്ദ്രം തടയുകയാണെന്നും കേരളം സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്തതായും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തിന് അർഹമായ പണം പോലും നൽകുന്നില്ലെന്നും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്താനുള്ള തുക കണ്ടെത്തണമെന്നും കേരളം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ജനുവരിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ കോടതി സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സഹായം ലഭ്യമായിരിക്കുന്നത്. PM ശ്രീയുടെ കാര്യത്തിൽ CPMുമായി കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് CPI ഇല്ലെന്ന് വ്യക്തമാക്കുന്നു. സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് CPIയുടെ ഈ നിലപാട് പുറത്തു വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എല്ലായിടത്തും CPMുമായി യോജിച്ചു പോകണമെന്ന നിർദ്ദേശവും CPI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിലപാട് തിരുത്തിച്ചത് പാർട്ടിയുടെ വലിയ നേട്ടമായി CPI വിലയിരുത്തുന്നു. യഥാർത്ഥ ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞുവെന്ന് അഭിനന്ദനങ്ങളും ഉയർന്നു വന്നിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ തർക്കങ്ങൾക്കിടെ MA ബേബിയോട് പ്രകാശ് ബാബു, ശിവൻകുട്ടിയോട് AIYFും ഖേദം പ്രകടിപ്പിക്കേണ്ടിയിരുന്നില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പരസ്പരം വാക്പോരുണ്ടായപ്പോൾ CPI മാത്രം ഖേദം പറയേണ്ടതില്ലെന്നായിരുന്നു അവരുടെ നിലപാട്.